റോസ്മേരി അവസാനത്തെ പേഷ്യന്റിനെയും ഡോക്ടറുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട ശേഷം വാച്ചിൽ നോക്കി. സമയം 10:30. നാളെ ഈ സമയത്ത് അജിത് ദുബായിൽ ലാൻഡ് ചെയ്യും. മറ്റ് സ്റ്റാഫ് എല്ലാം ഇറങ്ങി. ഡോക്ടർ ശ്രാവൺ റെഡ്ഡി ഇത്രയും വൈകി കൺസൾട്ടിംഗ് അപ്പോയിന്റ്മെന്റ് കൊടുത്ത് തനിക്കുള്ള പണിയാണെന്ന് അവൾക്ക് നന്നായി മനസ്സിലായി. എന്തായാലും ഈ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ താനും അജിത്തും കുവൈറ്റിലേക്ക് പറക്കും. 2 വർഷം നീണ്ട ദുബായ് ജീവിതത്തിന് അവസാനം. നല്ലതും ചീത്തയുമായ കുറേ ഓർമ്മകൾ. അജിത്തുമായി ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കണം. സ്നേഹിച്ച് സ്നേഹിച്ച് അച്ചായൻ തന്നെയും മോനെയും വിട്ടുപോയിട്ട് 8 വർഷമായി. ഡൽഹിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 6 വർഷം. അവിടെ വെച്ച് പരിചയപ്പെട്ട താൻ അജിത്തിനെ. 6 കൊല്ലവും തനിക്ക് തുണയായി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് തനിക്ക് 28ഉം അജിത്തിന് 24ഉമാണ് പ്രായം. പ്രണയം പതുക്കെയാണെങ്കിലും മുട്ടിട്ടു. അവന് തന്നോടായിരുന്നു പ്രണയം. തനിക്ക് ഒരു തുണയായിരുന്നു അവൻ. പിന്നെ ചെറിയ പ്രായം. അവനൊരു നല്ല ജീവിതം മുന്നിലുണ്ട്. താനായിട്ട് അത് നശിപ്പിക്കാൻ പാടില്ല. അങ്ങനൊരു തോന്നലായിരുന്നു ആദ്യം. പിന്നെ പിന്നെ അവനുമായി എല്ലാ രീതിയിലും അടുത്തു. കാഴ്ചയിലും അവനും താനും തമ്മിൽ ശ്വേതമേനോനും പഹസ്വാസരും പോലെ. തൻ്റെ അത്ര ഉയരം കഷ്ടിയുണ്ട്. മെലിഞ്ഞു വെളുത്ത് എപ്പോഴും ടീഷർട്ടും ജീൻസും മാത്രം ഇടുന്ന ഒരു കൊച്ചു പയ്യൻ. പ്രായക്കൂടുതലിൻ്റെ ഒരു മേധാവിത്വവും. അവർ ഒരുമിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവൾ കാത്തുസൂക്ഷിച്ചു. എന്നാൽ അവളുടെ ആ മേധാവിത്വം അവൻ ആസ്വദിച്ചിരുന്നു. അങ്ങനെ കടന്നുപോയ 5 വർഷങ്ങൾ. അതിനിടയ്ക്ക് അവരുടെ ബന്ധം അവൻ്റെ വീട്ടിലറിഞ്ഞു. അവർ അവനെ കല്യാണത്തിന് നിർബന്ധിച്ചു. അവൻ്റെ അമ്മയുടെ നിർബന്ധം, കരച്ചിൽ, ആത്മഹത്യ ഭീഷണി, പിന്നെ അവനെ വീട്ടിൽ വിളിച്ചുള്ള ശകാരമൊക്കെ ആയപ്പോൾ തനിക്കും മടുത്തു. ഒരു കുട്ടിയുള്ള വയസ്സിന് മൂത്ത സ്ത്രീയെ സ്വന്തം മകൻ പ്രണയിക്കുന്നത് ആർക്ക് ദഹിക്കും? താൻ പതിയെ പിൻവാങ്ങി. അതിനിടയ്ക്ക് ദുബായിലുള്ള അവളുടെ കൂട്ടുകാരി മറിയ അവൾക്ക് അവിടെ ഒരു ക്ലിനിക്കിൽ ജോലി ശരിയാക്കി. എല്ലാത്തിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ. അജിത്തിന്റെ വിവാഹം കഴിഞ്ഞു. അവൾക്ക് ആ ന്യൂസ് അറിഞ്ഞപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി. പക്ഷേ മറിയ അവളെ സമാധാനിപ്പിച്ചു. മറിയ അവളെപ്പോലെ ദുഃഖിതയാണ്. ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് ഉപേക്ഷിച്ചു കളഞ്ഞു. പ്രണയവിവാഹം. പക്ഷേ അവൾ ജീവിതത്തിൽ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ ഗൾഫിലെത്തിയിട്ട് ഇപ്പോൾ 10 വർഷം കഴിയുന്നു. ജീവിതത്തിൽ പല തേപ്പുകൾ കിട്ടിയപ്പോൾ ആരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു ഫ്രീ ബേർഡിനെ പോലെ ജീവിക്കുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ, തൻ്റെ ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള ബന്ധങ്ങൾ. ആരോടും പ്രണയമില്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളുമുണ്ട്. ആ ലൈഫിലേക്ക് മാറിയ മേരി റാണിയെ ക്ഷണിക്കുകയായിരുന്നു. ആ ലൈഫിലേക്ക് അവൾ ആദ്യം ക്ഷണിച്ചപ്പോൾ മേരിക്ക് ആദ്യം ഭയം തോന്നിയിരുന്നു. പക്ഷേ പിന്നെ അത് മാറി. അജിത്തിനെ മറക്കാൻ അവൾക്കും ഒരു ചേഞ്ച് വേണമായിരുന്നു. മലയത്തിലെ ലോകം അവൾക്ക് പുതിയതായിരുന്നു. വീക്കെൻഡ് പാർട്ടികളിൽ കണ്ടുമുട്ടുന്ന ചെറുപ്പക്കാരായ പണച്ചാക്കുകളുടെ മക്കൾ. അവിടെ ഒന്നും ആരും ഒന്നിനും നിർബന്ധിക്കില്ല. അവിടെ വെച്ച് കണ്ടുമുട്ടിയ 2 പേർ അവളെ സഹായിക്കാനായി എത്തി. ദുബായിലും ഷാർജയിലും നിരവധി ബിസിനസ്സുള്ള ഒരു മലബാറുകാരൻ മുഹമ്മദ് സൽമാൻ, ഒരു അച്ചായൻ തോമസ് ജോർജ്. അവരെ പരിചയപ്പെട്ടതുകൊണ്ട് അവൾക്ക് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സുകാരുടെ ഇടയിലെല്ലാം അവൾക്ക് VIP ട്രീറ്റ് ആയിരുന്നു. പതിയെ പതിയെ അവൾ ആ ലൈഫ് ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ആ സൗഹൃദങ്ങളെല്ലാം കാലക്രമേണ ഇല്ലാതായി വന്നു. അതങ്ങനെ തന്നെയാണ്. അത്തരം സൗഹൃദങ്ങളിൽ യാതൊരു നിബന്ധനകളോ കടപ്പാടുകളോ ഇല്ല. ഉള്ള സമയം നേടാവുന്നത് നേടിയെടുക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവളുടെ ലൈഫിലേക്കാണ് അയാൾ കടന്നു വന്നത്. അവളുടെ ക്ലിനിക്കിൽ വിസിറ്റിംഗ് ആൻഡ് സ്പെഷ്യലിസ്റ്റായ ശ്രാവൺ റെഡ്ഡി. റെഡ്ഡി സാർ എന്നാണ് അവൾ വിളിക്കുന്നത്. റെഡ്ഡി സാർ അവളെ പരിചയപ്പെട്ട ശേഷമാണ് ആഴ്ചയിൽ ഒരു ദിവസം അവളുടെ ക്ലിനിക്കിൽ കൺസൾട്ടിംഗ് തുടങ്ങിയത്. അയാളോട് വന്നതിന് ശേഷം അവളുടെ ക്ലിനിക്കിൽ നല്ല തിരക്കായിരുന്നു. ആദ്യമൊക്കെ അയാൾ അധികമൊന്നും സംസാരിക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്യില്ല. പിന്നെ ആ സംഭവത്തിന് ശേഷമാണ് അയാൾ അവളോട് കൂടുതൽ അടുത്തത്. ഒരിക്കൽ ക്ലിനിക്കിൽ വെച്ച് പേഷ്യൻസ് എല്ലാം വന്നു പോയിരുന്നു. അന്നാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഒരുപാട് നേരം വൈകിയിരുന്നു. അന്ന് വയ്യാതെ തളർന്നിരുന്ന മേരിയെ കണ്ടപ്പോൾ റെഡ്ഡി സാർ പറഞ്ഞു, എന്ത് പറ്റി മേരി, വയ്യാതായോ? ആ സാർ, വല്ലാത്ത ദാഹവും വിശപ്പും, എന്തെങ്കിലും കഴിക്കാതെ ശരീരം കുഴയുന്ന പോലെ. എനിക്കാണെങ്കിൽ ഒരടി നടക്കാൻ വയ്യ. ഡോക്ടർ സാർ അവളെ തൊട്ട് നോക്കി. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നല്ല ചൂടുണ്ടല്ലോ. ആ ഡോക്ടർ, ഈ ചൂടൊക്കെ ഞാൻ മാറ്റിത്തരാം. അത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വിശപ്പുണ്ട്. എൻ്റെ കയ്യിലുള്ളത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശേഷം അവർ വിശപ്പും ദാഹവും അകറ്റി. പിന്നെ റെഡ്ഡി സാർ ആ ടോണിക്ക് കൂടെ കൊടുത്തപ്പോൾ മേരിയുടെ ചൂടെല്ലാം പമ്പ കളഞ്ഞു. നല്ല ഉഷാറാവുകയും ചെയ്തു. അതിനുശേഷം അവർ തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു. എന്ത് പറയാനും ചെയ്യാനുമുള്ള അടുപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ റെഡ്ഡിയുമായി 1 വർഷം മുമ്പ് തുടങ്ങിയ ബന്ധം ഇന്നും നിലനിൽക്കുന്നു. ഇപ്പോൾ മേരിയുടെ ഏക ആശ്രയം റെഡ്ഡി ഡോക്ടറാണ്. അയാൾക്കും മേരിയോട് താല്പര്യമായിരുന്നു. മേരി ഉണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ അയാൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അത് ചൂടോടെ കഴിക്കാനായി അവൾ സാറിൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട്. അതിനിടയ്ക്ക് അവൾ ദുബായ് ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കി. പക്ഷേ 6 മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു ഫോൺ കോൾ അവളുടെ ജീവിതം മാറ്റിമറിച്ചു. അജിത്ത് ഡിവോഴ്സ് ആയിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് മറ്റൊരു പയ്യനുമായി കല്യാണത്തിന് മുന്നുള്ള പ്രണയം. അജിത്ത് വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. എന്ത് വേണമെന്ന് ആദ്യം ചിന്തിച്ചു. പിന്നെ മറിയം കുറേ അവളെ ഉപദേശിച്ചു. അത്രയും ആത്മാർത്ഥതയുള്ള ഒരാളുണ്ടെങ്കിൽ ഒരിക്കലും അയാളെ ഉപേക്ഷിക്കരുത്. ഇപ്പോൾ കൂടെയുള്ള ആളുകളെല്ലാം ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തവരാണ്. മറിയയുടെ ജീവിതം അവൾ ഉദാഹരിച്ചു. ആത്മാർത്ഥതയുള്ള ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ അവൾ സുഖമായി കല്യാണം കഴിച്ച് വീണ്ടും കൂട്ടിയിട്ടു. റെഡ്ഡി സാറിന് അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. അയാളെ അറിഞ്ഞപ്പോൾ ആദ്യം നിരുത്സാഹപ്പെടുത്തി. പിന്നെ മേരിയുടെ ഇഷ്ടമെന്ന് പറഞ്ഞു. എന്നാൽ റെഡ്ഡി സാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ അവൾക്കും പെട്ടെന്ന് പറ്റുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലായിരുന്നു ആ ഗവൺമെൻറ് ജോലിക്കുള്ള അപേക്ഷ അവൾ കൊടുത്തത്. പെട്ടെന്ന് അയാൾ കിട്ടിയാൽ ആ ജോലി നഷ്ടമാകുമോ എന്ന് അവൾ ഭയന്നു. അങ്ങനെയാണ് ക്ലിനിക്കിലെ അവസാനത്തെ ദിവസം അയാൾക്ക് വേണ്ടി അവൾ വെയിറ്റ് ചെയ്തത്. അയാളുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും പോയതിനു ശേഷം അയാൾ മേരിയുടെ അടുത്തേക്ക് വന്നു. മേരി, നീ പോവുകയാണല്ലേ? അതെ സാർ, എനിക്ക് പോകണം. എനിക്ക് വേണ്ടിയാണ് ചിത്ത് വരുന്നത്. അറിയാം. ഇന്നിനെ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ എനിക്ക്. അതുകൊണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് അത് തരണം. എന്താ സാർ? അതൊക്കെയുണ്ട്. അയാൾ എന്ത് ചോദിച്ചാലും കൊടുക്കാൻ അവളും തയ്യാറായിരുന്നു. ശേഷം അയാൾ ചോദിച്ചത് അവൾ കൊടുത്തു. അവളുടെ കയ്യിലെ ആ നാടൻ രുചിക്കൂട്ട്. ഒപ്പം അയാൾ ഒരു സമ്മാനം അവൾക്കും കൊടുത്തു. അയാളുടെ സ്നേഹം. ശരിക്കും അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾക്ക് ഒരു വീട് വാങ്ങിക്കാനുള്ള
അവൾക്ക് ഒരു വീട് വാങ്ങിക്കാനുള്ള തുക അയാൾ അവൾക്ക് സമ്മാനിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവൾ യാത്ര പറഞ്ഞിറങ്ങി. പിറ്റേന്ന് എയർപോർട്ടിൽ അജിത്തിനെ കൂട്ടാൻ പോകുമ്പോൾ അവൾ സ്വതന്ത്രയായെന്നോണം ബസ്സിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ നോക്കിക്കണ്ടു. ഇനി പുതിയൊരു ജോലി സ്ഥലം, പുതിയ ആളുകൾ, പുതിയ ജീവിതം. അജിത്തിന്റെ ഭാര്യയായി തനിക്ക് ജീവിക്കണം. ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഇസ്തിരി കാത്തു നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് പെരുമാൾ മുഴക്കി. ദൂരെ നിന്ന് നടന്നു വരുന്ന അവനെ കണ്ടത് അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ താമസ സ്ഥലത്തേക്ക് തൽക്കാലം എടുത്ത ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് അവിടെ എത്തിയതിനു ശേഷം ആ നിമിഷത്തിൽ അവനെ നോക്കി പറഞ്ഞു, എത്ര നാളായിരുന്നു ഈ കാത്തിരിപ്പ്. അജിത് അവളെ തന്നോട് ചേർത്ത് പിടിച്ചപ്പോൾ മേരി അവനറിയാതെ മനസ്സിൽ നിന്ന് പഴയ ഓർമ്മകൾ മാറ്റി തിരക്കിലായിരുന്നു. പിന്നീട് സർവ്വം സഹിയായ ഒരു ഭാര്യയായി അവന്റെ ഒപ്പം ജീവിതം തുടങ്ങി. തന്റെ മകൾക്ക് അപ്പോൾ സ്നേഹം നിറഞ്ഞ ഒരു പപ്പയുടെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിന് നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.